ഞാൻ തെക്കും ഭാഗമാണ് ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. ഞങ്ങളെ ചീഫ് ഇമാമിന്റെ പേര് അബ്ദുൽ ഹക്കീം സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ. എവിടെയാ സ്വദേശം എവിടെയാ? പട്ടാമ്പി. പട്ടാമ്പിയാണ്. അവിടെ പട്ടാമ്പി, പാലക്കാട് പട്ടാമ്പി. ഓക്കെ, ഇവിടുത്തെ കൗൺസിലറാണ്. അതായത് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു വാർഡിന്റെ കൗൺസിലറാണ് നിൽക്കുന്നത്. ഇതാ നോക്കി വെച്ചോണം, അദാനി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയമായും സാമ്പത്തികമായിട്ടും ഏറ്റവും സമ്പന്നമായ ഒരു പ്രദേശത്തിന്റെ കൗൺസിലർ നിൽക്കാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു നന്ദി പറയാനുള്ളത്, ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഇത് ആത്മാർത്ഥമായിട്ട് ഈ രാജ്യത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി മുൻകൈയെടുത്ത റിപ്പോർട്ട് ചാനലില് ആദ്യമായിട്ടും നന്ദി അറിയാം. താങ്ക് യു. ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയാണ് വരേണ്ടത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ സുധീൻ ടീമും ഒക്കെ, റോഷിയും ടി വി പ്രസാദും ഒക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊപ്പം ഫാദറും ഉണ്ട്. ഞാനൊന്ന് ഫാദറെ കൊണ്ട് ഫാദർ, ഞാൻ പേരൊന്ന് ഫാദർ നിക്കോളാസ്. ഫാദർ നിക്കോളാസ് നമുക്കൊപ്പം ഉണ്ട്, ഒപ്പം ഇമാമും നമുക്കൊപ്പം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിഴിഞ്ഞത്ത് നിന്ന് ഒരു സാംസ്കാരിക കേരളത്തിന്റെ, ഒരു മതേതര കേരളത്തിന്റെ കൂട്ടായ്മയാണ് ഒരുമിച്ച് ഒരു ശത്രുവിനെതിരെ പോരാടാൻ പോകുന്നത്. ഫാദർ സുഖമാണല്ലോ? ആണ്. രാവിലെ പ്രാർത്ഥന എപ്പോ കഴിയും? നമ്മുടെ ഇന്നിപ്പോ 6:45 തീരും. 6:45 കഴിയും. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്. അതെ അല്ലേ? അതെ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ജീവിതമൊക്കെ? ജീവിതമൊക്കെ സാമാന്യം കുഴപ്പമില്ലാതെ പോകുന്നു. ലഹളക്കെതിരെയുള്ള പ്രത്യേകിച്ച് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ സേവനം വളരെ പ്രധാനമാണ്, ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഇതിനെതിരെ ഒരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിന് ലഹള എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട പല കാരണങ്ങളുണ്ടാകും. ഒന്നെനിക്ക് തോന്നുന്നത് തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. 2, ഒരു ആർഭാട ജീവിതം, എങ്ങനെയും പണം ഉണ്ടാക്കണം. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് അവരുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഇത് വിതരണ ശൃംഖലകളുണ്ട്, ആ ശൃംഖലകൾ വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അവർ ശ്രമിക്കുന്നുണ്ട്, സംശയമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, ഇതൊരു മരണ സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിത സംസ്കാരത്തിൽ നിന്ന് മരണ സംസ്കാരത്തിലേക്ക് സാവധാനം നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക അർബുദമാണ് ഈ. ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഇവിടെ 2 പേരും ചേർന്ന് ഇവിടെ ഒരു പ്രതിരോധ സേനയുണ്ടാക്കി ലഹരിക്കെതിരായിട്ട്. എന്നുവെച്ചാൽ ഇപ്പം ഫാദർ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ്, കൃത്യമായി പഠിച്ചു എങ്ങനെയാണ് ലഹരിന്റെ വരവ്, ഉപയോഗം എങ്ങനെയാണ്. ഈ പ്രദേശത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഇവരൊന്നിച്ച് പോലീസുമായിട്ടൊക്കെ ചേർന്ന് വലിയൊരു സംവിധാനം നമ്മൾ നേരത്തെ വാർത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ കൂടി, അതായത് ഏതൊരു നാട്ടിലും പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാൽ ലഹരിയോ ഈ പറയുന്ന കുറ്റകൃത്യങ്ങളോ കുറയ്ക്കാൻ കഴിയില്ല. ആ നാടിന്റെ പൗരസമൂഹം ഒരുമിച്ച് നിൽക്കണം. വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിഴിഞ്ഞത്തെ പള്ളിയും, അത് 2 പള്ളികളും 2 മതവിഭാഗങ്ങളുമാണ്. അതിന് നേതൃത്വം നൽകുന്നവർ തന്നെ മുന്നിട്ടിറങ്ങുകയാണ് ഈ വലിയ വിപത്തിനെതിരെ. ഇപ്പോ മരണ സംസ്കാരം എന്ന് ഫാദർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഇമാമിനും പറയാനുണ്ടാവുക. എനിക്കറിയേണ്ടത്, ഈ ലഹരിക്കൊപ്പം ലഹളയും കൂടുന്നുണ്ട്. തീർച്ചയായും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികളടക്കം ഇതിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബം, അതേപോലെ തന്നെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകരുകയാണ്. ഇപ്പൊ വെഞ്ഞാറമൂട് നടന്ന ആ കൊലപാതകം, ഇതിന്റെ പിറകിൽ ലഹരി തന്നെയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായും ഈ റിപ്പോർട്ടർ ചാനൽ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന മുദ്രാവാക്യം പിടിച്ച് ഇത് കേരളത്തിലുടനീളം നടത്തുന്ന ഈ സമരം ഇത് വൻ വിജയമാകുമെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പുള്ളത്. ഇത് വലിയ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഇടം കൂടിയാണ്. അവിടെ നിന്നാണ് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തീർച്ചയായും കേരളത്തിന് ഈ MDM അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ തുടച്ചു നീക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ല, അതായത് ഒരു 2 ആഴ്ചയാവും, നമ്മള് കഴിഞ്ഞ റംസാനിന് മുമ്പ് 1 മാസത്തോളം ആവുന്നുണ്ട്. അത് നമ്മളെ വിഴിഞ്ഞ സിയെ നിങ്ങളെ വിളിക്കുന്നു. അത് വേറെ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ സംഘടന 2 ഇടവകയാണ്. അപ്പം ഞങ്ങള് ഒരു ഏകോദര സഹോദരന്മാരെ പോലെ ഞങ്ങളെ കഴിയാണ്. അപ്പൊ ഇവിടെ പല പ്രശ്നങ്ങളും 2 വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഒരു വിഭാഗത്തിൽപ്പെട്ട മാത്രമല്ല, ഇവിടെ ഉള്ള ആൾക്കാർ അവിടെ പോകുന്നു, അവിടെ ഉള്ള ആൾക്കാർ ഇവിടെ വരുന്നു. അപ്പൊ അച്ഛന്റെ ഒരു കത്ത് ജമാഅത്തിന് കിട്ടി, ഇങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നമ്മൾക്ക് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളും തിരിച്ചതേ രൂപത്തിൽ കത്ത് കൊടുത്ത് അച്ഛനും കൊടുത്ത് 2 പള്ളിയും ഇടവയും പരസ്പരം ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഒരു പ്രത്യേക, കാരണം ഒരൊറ്റ പള്ളിയിൽ ഞങ്ങൾ നിസ്കാരമുണ്ട്. അതൊരു ഞായറാഴ്ച അന്ന് അവിടെ ഇവർ വിഭാഗത്തിൽപ്പെട്ട 3 പള്ളിയിലുണ്ട്. പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലോൺസ് ചെയ്തിട്ട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായാൽ ജമാഅത്തും ഇടവകയും അതിൽ ഇടപെടുന്ന ആർക്കാലും ചിലപ്പോൾ നാളെ വന്നിട്ട് പറയും ജമാഅത്ത് ഇടപെടണം, അച്ഛന്റെ അടുത്ത് പറയണം
ഇടവകടന്നു എന്നുള്ള ഞങ്ങളൊരു കൂട്ടായ്മ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മളെ തിരുവനന്തപുരം സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഒരു റൗണ്ട്, അതായത് ഒരു 1.5 മണിക്കൂർ ജമാഅത്ത് ഓഫീസിൽ ഇരുന്നിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം സി എ എടുത്ത് പറഞ്ഞ് അതായത് ഇടവഴി ജമാഅത്തിനെ ഒന്നിച്ച് വിളിച്ചിരുത്തി, അതായത് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി എന്താണെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അത് രണ്ടുപേരും ഇരുന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങള് അച്ഛനും ഞാനും ഇടവഴി ജമാഅത്തും അത് സി എ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു. എനിക്ക് ആ ഒരു സേനയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ഫാദർ നിക്കോളാസും ഇമാമിന്റെ പേര് ഒന്നുകൂടി എന്ന് പറയുമ്പോൾ ചുരുക്കപ്പേര് സെയ്ദ് അൽ ഹക്കീം തങ്ങളും ഒരുമിച്ചാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ വിഴിഞ്ഞത്ത് ഈ തെക്കേ മുനമ്പിൽ നിന്ന് നമ്മളുടെ ഇന്നത്തെ യാത്ര തുടങ്ങും. പറഞ്ഞോട്ടെ. ഞാൻ ചർച്ച സെക്രട്ടറിയാ ജോണി. ഞങ്ങളെ സംബന്ധിച്ച് ഈ ദൌത്യം ഏറ്റെടുത്തപ്പോ സാധാരണ ഈ ലിക്കർ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ കുറച്ചൊക്കെ ഇതിനെ അനുസരിച്ച് മാറുകയും അത് അവരുടെ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന രീതിയാണ്. അല്ലെങ്കിൽ ഇവിടെ പണിക്ക് വിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ഇവര് സപ്ലൈയിലൂടെ മേടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് വീട്ടിലൊക്കെ പോകത്തില്ല. ഇപ്പൊ ഇവർ നിയന്ത്രണം വന്നതിന് ശേഷം അവർക്ക് ഭാര്യയുടെ അടുത്ത് പോകുന്നു, മക്കളുടെ അടുത്ത് പോകുന്ന സമയത്തിന് ഒരു നിയന്ത്രണമായി. പക്ഷേ ഇതിനകത്തുള്ള വീണ്ടും ഒതുക്കപ്പെടാത്ത ഒരാൾക്കെന്ന് വെച്ചാൽ സപ്ലൈസ് ഇതിന്റെ വിതരണം ചെയ്യുന്ന ആ ഒരു വലിയൊരു വിങ് ഇപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അപ്പൊ സർക്കാർ സംവിധാനങ്ങള് ഈ മുളയിലെ നുള്ളേണ്ടത് അവിടെ നിന്നാണ്. പേര് പിടിച്ചാല് ശിഖരം ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്ന ടീമിനെയൊക്കെ നോട്ടൌട്ട് ചെയ്ത് അവരെ ഒന്ന് അകത്താക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം കാര്യങ്ങൾ ഏറെക്കുറെ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്.